നമ്മുടെ ഇ എ ജബ്ബാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ സംഗമം അല്ലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒത്തുകൂടുന്ന പിക്ചേഴ്സൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന ചില കമൻറ്റുകളുണ്ട്. അതായത് ഈ കുടുംബം എന്ന് പറയുന്നൊരു വ്യവസ്ഥിതി അല്ലെ കുടുംബം എന്ന് പറയുന്ന ഒരു സംഗതി അത് അയുക്തിപരമായിട്ടുള്ളൊരു സംഗതിയല്ലേ. ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിലും യുക്തിപരമായി നോക്കുകയാണെങ്കിലും അതിലൊരു യുക്തി ഇല്ലല്ലോ എന്നുള്ള നിലക്കുള്ള കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഇ എ ജബ്ബാർ കുടുംബത്തിൻ്റെ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു നിലക്കും യുക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിലും കുടുംബമായി ജീവിക്കുന്നത് ശരിക്കും അതിന് യുക്തിപരമായി നോക്കിയാണ് ശരിയാവില്ല ഇവരുടെ യുക്തിപ്രകാരം. പക്ഷേ ഇപ്പം ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കുടുംബത്തോട് ജീവിക്കുന്നത്, എൻ്റെ മക്കൾക്ക് കുടുംബമുണ്ട്, ഞങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു യുക്തിവാദിക്ക് ശരിക്കും കുടുംബമായി ജീവിക്കാൻ പറ്റുമോ ഇല്ലേ, ജബ്ബാർ ചെയ്യുന്നത് യുക്തിയാണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിച്ച് നോക്കാം. അത് നമ്മളായിട്ട് പറയില്ല, നമ്മൾ പറയുന്നത് മോശമല്ലേ, അവരുടെ കാര്യം അവർ തന്നെ പറഞ്ഞോട്ടെ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. നമ്മളെ ഒരിക്കലും വേറൊരാളുടെ കുടുംബത്തെക്കുറിച്ചോ യുക്തിവാദികളുടെ കുടുംബത്തെ നമ്മൾ പറയുന്നത് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മോശം ചെയ്യുന്നില്ല, അവർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ജബ്ബാർ മൂപ്പർ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്, കുടുംബമായിട്ടാണോ അല്ലേ എന്നുള്ളതൊക്കെ മൂപ്പർ ആദ്യം പറയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ായിട്ടും വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ സമാന്തരമായി വേറെ ജീവിത സംവിധാനം കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയ സംവിധാനത്തിലാണ് നമ്മളുടെയൊക്കെ ജനാധിപത്യ കുടുംബം, മതേതര കുടുംബം, ലിംഗനീതിയുള്ള കുടുംബം രൂപപ്പെടുന്നത്. അങ്ങനെ ഒരു കുടുംബം സ്ഥാപിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ കുട്ടികളും അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പം മൂപ്പരൊക്കെ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്, ആയിക്കോട്ടെ, മൂപ്പര് കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അടുത്തുള്ള ചോദ്യം, നിങ്ങൾ യുക്തിവാദികളാണ്, യുക്തിവാദികൾക്ക് കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ളതിന് വല്ല ന്യായമുണ്ടോ? അതേപോലെ ഈ കുടുംബമായി ജീവിക്കുന്നതിന് എന്താണ് യുക്തി എന്നുള്ള ഒരു ചോദ്യം വരുന്നു. അപ്പം നമുക്ക് യുക്തിയിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് അദ്ദേഹം തന്നെ പറയുന്ന ഒരു യുക്തി, നമുക്കൊക്കെ ഒരു കുടുംബമായി എന്തുകൊണ്ട് ജീവിക്കണം ചോദിക്കുമ്പം സമൂഹത്തിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ധാർമ്മികമായി തന്നെ നമുക്ക് ഉത്തരങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ എല്ലാ നിലക്കും കുടുംബം എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെ ഒരു ബേസിക് യൂണിറ്റാണ്. നമ്മൾ പൊതുവെ പറയാറുണ്ട് കുടുംബം തകർന്നാൽ സൊസൈറ്റി തകരും എന്നുള്ളത്. എന്ന് വെച്ചാൽ ആ ബേസിക് യൂണിറ്റ് തകർന്നാൽ എല്ലാ നിലക്കും സമൂഹം പിന്നെ അരാജകത്വത്തിലേക്ക് പോകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കുടുംബം കലക്കാൽ എന്ന് പറഞ്ഞത് ഒരു മോശം കാര്യമായിട്ട്, കുടുംബം തകരുക എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്ന കാരണം എന്താ വെച്ചാൽ അതൊരു ബേസിക് യൂണിറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇയാൾ ഇനി എന്തിനാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത്? നമുക്കൊക്കെ ഇങ്ങനെയുള്ള പല കാരണങ്ങളും എല്ലാവരും മനസ്സിലുണ്ടാവും. പക്ഷേ ഇയാൾ എന്തിനാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. മനുഷ്യർ കുടുംബങ്ങൾ ഉണ്ടാക്കുന്നത് സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സെക്സ് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. അതാരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പം അതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് നോക്കാം വേറെന്താണ് യുക്തി എന്നുള്ളത്. പക്ഷേ നമ്മൾ കുടുംബം സ്ഥാപിക്കുന്നത് അതിനു വേണ്ടി മാത്രമല്ല. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു യൂണിറ്റാണ്, ഒരു സാമ്പത്തിക യൂണിറ്റാണ്. അപ്പോൾ സ്വകാര്യ സ്വത്തുക്കളുള്ള ഒരു സംവിധാനത്തിനകത്ത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ മരണത്തോടുകൂടി ആർക്കാണ് കൈമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നത്, അനന്തരാവകാശ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് കുടുംബം ഒരു സാമ്പത്തിക യൂണിറ്റായിട്ടും ഒരു സോഷ്യൽ യൂണിറ്റായിട്ടും നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് വ്യവഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിക്കുന്നതും കുട്ടികളെ ഒരുമിച്ച് വളർത്തുന്നതും കുടുംബമുണ്ടാക്കുന്നതും ഒക്കെ. അങ്ങനെ നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നിലനിർത്തി പോന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് പർപ്പസുകൾ ഒരുമിച്ചുള്ളത് കൊണ്ടാണ് കുടുംബങ്ങൾ നിലനിന്ന് വന്നിട്ടുള്ളത്. അതല്ലാതെ കേവലം ലൈംഗിക ബന്ധത്തിന് മാത്രമല്ല. അപ്പോൾ ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെന്താ അതിൻ്റെ യുക്തി? മൂപ്പര് പറയുന്ന പ്രധാന യുക്തി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ്. അതായത് പൈസ കുട്ടികൾക്ക് പോകണം എന്നുള്ളതാണ് അതിൻ്റെ യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരാളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഇവർ ലിബറലുകൾ ഒക്കെ ആണെന്നാണ് പറയുക, ഇൻഡിവിജ്വലിസം ഒക്കെയാണ് മുന്നോട്ട് വെക്കുക. ഒരാളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വത്ത് മാത്രമാണ്, അല്ലാതെ അയാളുടെ സ്വത്തിൽ അയാളുടെ മക്കൾക്ക് എന്താ അവകാശം ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവുള്ളത്? ഒരു തെളിവില്ല. അപ്പം മതയുക്തിയിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരുടെ യുക്തിയിൽ നിരീശ്വരവാദത്തിൽ ഈ ഇൻഹെറിറ്റൻസ് എന്നുള്ളതിന് കാണാൻ പറ്റില്ല. കാരണം പിതാവ് ഒരു ഇൻഡിവിജ്വലാണ്, മക്കൾ വേറെ ഇൻഡിവിജ്വലാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ മക്കളിലേക്ക് തന്നെ പോകണം എന്നുള്ളതോ അല്ലെങ്കിൽ അത് പോകുന്നത് ശരിയാണെന്നുള്ളതിലൊന്നുമില്ല. അതിനും അപ്പുറത്തേക്ക് നമ്മൾ മൊത്തം സൊസൈറ്റി എടുത്ത് നോക്കുകയാണെന്നെങ്കിൽ എന്താ ശരിക്കും യുക്തി? ഞാനിപ്പം കുറേ സമ്പാദിക്കുന്നു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സ്വത്ത് സമൂഹത്തിലേക്ക് പോവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന്
പോവുകയാണെന്നുണ്ടെങ്കിൽ, സിസ്റ്റത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാനും 1-2 എൻ്റെ മക്കൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരിലേക്ക് ഒതുങ്ങൂല, മൊത്തം സൊസൈറ്റിക്ക് ഗുണം കിട്ടും. അപ്പോൾ ശരിക്കും അതല്ലേ നല്ലത്? യുക്തിപരമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കാം. ഓരോന്നിനെയും യുക്തിപരമായിട്ട് നോക്കുമ്പോൾ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് കാലത്തേക്ക് മതമൊക്കെ മാറ്റി വെക്കണം, എന്നിട്ട് യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ സൊസൈറ്റിക്ക് ഏറ്റവും നല്ല എന്താ, ഓരോ വ്യക്തിയും മരിക്കുമ്പോൾ അവന്റെ സ്വത്ത് എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും സ്റ്റേറ്റിന് പോകുന്നു, എല്ലാവർക്കും പോകുന്നു. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ വലിയ ശതമാനം മരിക്കുന്ന ആളുടെ സ്വത്ത് സ്റ്റേറ്റിനാണ് പോകുന്നത്. അപ്പോൾ അത് ഓൾറെഡി അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ അത്ര യുക്തി വന്നിട്ടില്ല. അപ്പോൾ അതായാലും അതാണ് ശരിക്കും നല്ല യുക്തി. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഷ്ടപ്പെട്ട്, അത് മാത്രമാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ കഷ്ടപ്പെട്ട് കുടുംബമൊക്കെ ഉണ്ടാക്കുന്നത്. ഈ അനന്തര സ്വത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ഇത്രയും കഷ്ടപ്പെട്ട് കുടുംബമൊക്കെ ഉണ്ടാക്കി നടക്കുന്നത് എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇയാളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, കുടുംബം നല്ലതാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യകത ഉണ്ട്, യുക്തിവാദിക്കും കുടുംബമൊക്കെ ആവാം, അതിന്റെ യുക്തിയാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 3-4 വീഡിയോസ് ഒക്കെ ഇറക്കി കുടുംബമൊക്കെ ആവാം, മതവിശ്വാസികൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും കുടുംബമൊക്കെ ആവട്ടോ എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബ സംവിധാനത്തിനെതിരൊന്നും അല്ല, ഞങ്ങൾ കുടുംബകലക്കികളല്ല എന്നുള്ളത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇയാളൊരു പ്രശ്നം എന്താ വെച്ചാൽ, മുമ്പ് സംസാരിച്ചൊക്കെ ഇയാൾ മറന്നു. ഒരു അംനീഷ്യ ചില കാണാറുണ്ട്. വെച്ചാൽ ഇത് ഇന്റർനെറ്റ് യുഗല്ലേ, അപ്പൊ പണ്ട് പ്രസംഗിച്ചൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കുടുംബം വേണ്ടതില്ല എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആരോപിക്കുന്ന കാര്യമൊന്നുമല്ല. യുക്തിവാദികൾക്ക് കുടുംബം ആവശ്യമില്ല, ശരിക്ക് അവരുടെ യുക്തിപ്രകാരം കുടുംബം പിന്നെ വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, അങ്ങനെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ യുക്തിപരമല്ല എന്നൊക്കെ അവർ പറയുന്നത് നമ്മൾ ആരോപിക്കുന്നതല്ല. ഇതേ ആള് തന്നെ കുറച്ച് കാലം മുമ്പ് പ്രസംഗിച്ചത് നമുക്ക് കേട്ടോക്കാം. കല്യാണത്തിന്റെ കാര്യം ഞാൻ പറയാം. കല്യാണം കഴിക്കണം, കുടുംബജീവിതം വേണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കല്യാണം കഴിക്കാതെ കുടുംബം എന്നുള്ള ഈ ഔപചാരിക സംവിധാനം ഇല്ലാതെ ജീവിക്കുന്ന ധാരാളം പേർ കേരളത്തിലുണ്ട്. കോടിക്കണക്കിന് ആളുകൾ പാശ്ചാത്യ ലോകത്തുണ്ട്. അവർക്കൊന്നും അങ്ങനെ കുടുംബം ഇല്ലാത്തത് കൊണ്ടോ കല്യാണം എന്ന ഒരു ആചാരം നടത്താത്തത് കൊണ്ടോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി ഇന്നത്തെ കുടുംബ വ്യവസ്ഥ പൂർണ്ണവും ശരിയും നാളെ മാറാത്തതുമാണോ? ഒരിക്കലും അല്ല. ഇന്നിപ്പോ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഔപചാരികമായ കുടുംബങ്ങൾ സ്ഥാപിക്കാതെ സ്വതന്ത്രമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കാൻ തുടങ്ങി. സ്വതന്ത്രമായി ജീവിക്കട്ടെ, പ്രത്യേകം പറയണം. അപ്പൊ കുടുംബത്തിന് ആവശ്യമൊന്നുമില്ല. കുടുംബം ഇല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് ഇദ്ദേഹം പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ തിരിച്ചു കൊടുത്ത മറുപടികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മൂപ്പർ ഇങ്ങനെ വലിയ കാര്യത്തിൽ പറയുമ്പോൾ മൂപ്പർക്ക് കെട്ടിയോളം കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവിടെ കുടുംബം ഉണ്ടെങ്കിൽ എന്തോ ഒരു യൂട്ടിലിറ്റി ഉണ്ട് എന്ന് അവിടെയുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണോ ഇപ്പോഴത്തെ ഒരു ക്ലാസ് എന്ന് മനസ്സിലാകുന്നത്. അതെ. അപ്പൊ മാത്രമല്ല ഇയാള് പറയുന്നത് വെച്ചാൽ കുടുംബത്തിന് ആവശ്യമില്ല, കുടുംബം ഇല്ലാതെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ടെന്നാണ്. ശരിക്കും സ്വതന്ത്ര ചിന്തകരാണല്ലോ, സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ബാക്കി അതിന്റെ യൂസസും അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ പോലും പാശ്ചാത്യ നാടുകളിൽ അങ്ങനെ ജീവിക്കുന്നവർ ധാരാളമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ രാജ്യത്ത് 35, 40, 45, 50% വരെ ആളുകൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരാണ്. അവരൊക്കെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അത് അവർ സൗഹൃദത്തിലൂടെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുമ്പേ പറഞ്ഞത്, കുടുംബത്തിന്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ചോദിക്കുന്ന ഇതാണ്, അതായത് നിങ്ങൾക്ക് കുടുംബം ഉണ്ടോ എന്നല്ല നമ്മളെ ചോദ്യം, ഏതെങ്കിലും യുക്തിവാദി കുടുംബം ഉണ്ടോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, കുടുംബം തകരാതെ നോക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അതിന് നിങ്ങൾക്ക് മോറലി വല്ല റീസണും ഉണ്ടോ എന്നുള്ളതാണ്. അതിനല്ലാതെ റീസൺ ഉണ്ട്, അതായത് കുടുംബം ഇല്ലാതിരിക്കാൻ റീസൺ ഉണ്ട് എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കും. കാരണം ഒരു കുടുംബം എന്ന് പറയുന്നത് പൊട്ടിമുളച്ചുണ്ടാവുന്നതല്ല. അതിനാദ്യം ഒരു മാരേജ് നടക്കണം. ഈ മാരേജ് എന്ന് പറയുമ്പം അവിടെ ഒരു പ്രശ്നമുണ്ട്. യുക്തിവാദത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം മാരേജ് എന്ന് പറയുമ്പം അവരുടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ്, ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് ആവുകയാണ്. അപ്പം അതൊന്നാമത്തെ പ്രശ്നം. ഇനി കുട്ടികൾ ഉണ്ടാവുന്നു, കുട്ടികളെ വളർത്തണം, അവിടെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ ഫുൾ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കണം എന്നുള്ളൊരു വിഷയമുണ്ട്. ഇനി അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ സ്വത്ത് കൊടുക്കൽ, അല്ലെ, സ്വത്ത് പിന്നെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് പറയുന്നതെങ്കിൽ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിന് കൊടുത്താൽ മതിയല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും ഒരു കുടുംബം എന്നുള്ളത് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട എന്ന് പറയാൻ കുറേ റീസൺസ് ഉണ്ട് എന്നുള്ളതാണ്. അത് വേണം എന്ന് പറയാനോ അല്ലെങ്കിൽ കുടുംബം നിലനിൽക്കണം എന്ന് പറയാനോ കുടുംബം കലക്കരുത് എന്ന് പറയാനോ ഒരു
യുക്തിയും നമുക്ക് കാണുന്നില്ല എന്നുള്ളത് വീണ്ടും ഞാൻ പറയുന്നു, ഞങ്ങൾ ആരോപിക്കുന്നല്ല, ഇവർ തന്നെ പറയട്ടെ. ഇവർ പൊതുവേ പറയാറുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ധാർമ്മികതയും ശരിതെറ്റുകളൊക്കെ നിങ്ങളെ മാതിരി കിതാബ് നോക്കലൊന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യാണ് ശാസ്ത്രീയ മനോവൃത്തിയിലൂടെ ശാസ്ത്രം എന്ന് പറയുന്നു, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക സൊസൈറ്റൽ മൊറാലിറ്റിയിൽ നിന്നൊക്കെ പറഞ്ഞു കണ്ട കുറേ എന്താ സംഭവം ഇവർക്ക് തന്നെ അറിയില്ല. എങ്ങനെയാണ് ശരിയും തെറ്റും വേർതിരിക്കുക എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. പക്ഷേ ശാസ്ത്രീയമായി ആലോചിച്ചാൽ പിന്നെ പരിണാമപരമായി ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങൾ, സാമൂഹ്യ ധാർമ്മികതകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് എടുക്കുന്ന ഡിസിഷനുകൾ എന്നൊക്കെയാണ് ഇങ്ങനെ പറയാം. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഇവര് ഈ പറഞ്ഞ, അതായത് നമ്മൾ പറഞ്ഞു കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ചും മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവർ ഈ യുക്തിവാദികളായ ആളുകൾ, ഇതിന്റെ അർത്ഥം ഈ ഏതെങ്കിലും ഒരു യുക്തിവാദി പറഞ്ഞാൽ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്നുള്ള നമ്മൾ പറയുന്നതല്ല. ഇവർ പൊതുവെ പറയാറുള്ളത് ഞങ്ങൾ ശാസ്ത്രീയമായി ചിന്തിച്ചിട്ട് ആണ് കുടുംബത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ അതിലെന്താ ശാസ്ത്രം പറയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പൊതുവെ ശാസ്ത്രമൊക്കെ അരച്ച് കലക്കി ഹൈഡ്രജൻ ബലൂണിലൊക്കെ മേലോട്ടേക്ക് പോകുന്ന നമ്മുടെ രവി സാർ തന്നെ ആദ്യം വരട്ടെ. രവി സാർ മാത്രമല്ല കേട്ടോ, ജബ്ബാറിന് രവിനെ കാണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ രവി പറയുന്ന യുക്തി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ രവിനെ നമ്മൾ തള്ളുക കൊള്ളുക അങ്ങനെയല്ലല്ലോ എടുക്കുക. അപ്പോൾ രവി ഈ പറയുന്നതിൽ യുക്തി ഉണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ട് രവിക്ക് ശേഷം ബാക്കിയുള്ള ആൾക്കാരും വരും. ഓരോരുത്തരും കുടുംബത്തിന്റെ യുക്തി എന്ത് ചെയ്യും നമ്മൾ പഠിപ്പിക്കും, ശാസ്ത്രീയത പഠിപ്പിക്കും. അപ്പോൾ ആദ്യം രവി പറയട്ടെ, നമ്മൾ ഈ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് പോലെയുള്ള ഈ കുടുംബം ആയിട്ടൊക്കെ ജീവിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ മോണോഗാമസ് റിലേഷൻഷിപ്പിലൊക്കെ വല്ല ശാസ്ത്രീയപരമായിട്ട് ഒരേ സമയം ഒരേ ഡേറ്റകൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മസ്തിഷ്കത്തിനുണ്ടാകുന്ന റെപ്പറ്റീഷൻസ് ഉണ്ടാകുന്ന ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ പുതിയതിലേക്ക് പോകുന്നത്. പുതിയ ന്യൂറൽ ചാനൽസ് നമ്മൾ എടുക്കുന്നത്. വെറൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ സെക്സിൽ നമ്മൾക്ക് ഒന്നിലധികം പാർട്ട്നേഴ്സിനോട് താല്പര്യം തോന്നാൻ കാര്യം, അല്ലേ? അത് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് എല്ലാ പ്രൈമേറ്റുകൾക്കും എല്ലാ മാമൽസിനും അവരുടെ ലൈംഗിക ശേഷി വല്ലാതെ ഉത്തേജിപ്പിക്കപ്പെടും അവരുടെ ഇണകൾ വ്യത്യസ്തമാണെങ്കിൽ. ഇപ്പം നമ്മളെല്ലാവരും പറയും ഈ കുടുംബത്തിന് അതീതമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ വലിയ മോശമാണ് എന്ന് നമ്മൾ പൊതുവായിട്ടുള്ള ഒരു സദാചാരബോധം നമ്മൾ ഇപ്പോൾ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. സദാചാരബോധം രൂപം കൊണ്ട് വന്നിട്ടുണ്ട്. കുടുംബത്തിന് അതീതമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പ്രശ്നമാണ് എന്നുള്ളൊരു സദാചാരബോധം വന്നിട്ടുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള സദാചാരങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം നമ്മൾ യുക്തിപരമായിട്ട് അതിനെ പരിശോധിക്കാൻ നോക്കുകയാണ്. കുടുംബത്തിന് അതീതമായി ബന്ധങ്ങൾ പറ്റുമോ ഇല്ലേ, ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഏതായാലും ആ സദാചാരബോധം അത് ശാസ്ത്രീയമായിട്ടൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്താണ്, അതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ, അല്ല ഈ പറയുന്നത് പോലെ പിന്നെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഭൂരിപക്ഷ സദാചാരത്തിന്റെ പിന്നാലെ നമ്മൾ പോകണോ എന്നുള്ളതൊക്കെ കേൾക്കുന്ന യുക്തിവാദികൾ ആലോചിക്കാം. മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാർമ്മികതയൊക്കെ ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ അത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അതിർവരമ്പുകൾ കൃത്യമായി പിന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ യുക്തിപരമായിട്ട് നമ്മൾ ആലോചിക്കാൻ പോവാം, അല്ലെ? വിവാഹേതര ബന്ധങ്ങൾ, ഗണേശൻ തന്നെ പറഞ്ഞല്ലോ ഞാനാണ് പാർട്ടി. അത് ശരിയാണ്, പക്ഷെ മറ്റേ പാർട്ടി ആരാണ് എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത്. വേറെ ഒരു പാർട്ടിയുടെ ഇതിനകത്തുണ്ടെന്ന് പറയുന്നത്, അയാളെ പേര് പുറത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞോളം അങ്ങനെ ഒരു അവസ്ഥ. അത് വിളയന്നൂർ രാമചന്ദ്രൻ്റെ ടെൽറ്റൈൽ ബ്രെയിനകത്ത് ഒരു ഉദാഹരണമുണ്ട്. ഒരു ഈ എലികളെ വെച്ചുകൊണ്ടുള്ളൊരു പരീക്ഷണം. അതായത് ഒരു എലിയെ 5 ദിവസം ഒരു കൂടിനകത്തിരുന്ന് ആഹാരം എല്ലാം കൊടുത്ത്, വേറെ പെണ്ണെലിയൊന്നുമില്ല, അതിങ്ങനെ ആഹാരം കഴിച്ച് ഇങ്ങനെ കുട്ടപ്പനായിട്ടിരിക്കുമ്പോൾ 6-ാം ദിവസം ഈ ഒരു പെണ്ണെലി അതിനകത്തേക്ക് കടത്തിവിടുക. ഈ എലി പെണ്ണെലിയുടെ പെട്ടെന്ന് ഓടിച്ചെന്ന് കീഴ്പ്പെടുത്തി അക്രമാസക്തമായിട്ട് അതുമായി ബന്ധപ്പെടുക. ഭയങ്കര പ്രയാസക്തമായിട്ട് നമ്മൾ ഈ റേപ്പിനെയൊക്കെ കുറ്റപ്പെടുത്തല്ലേ. ഇതൊക്കെ അവിടുന്ന് വരുന്ന സാധനമാണ്. കാര്യം ഈ നമ്മളെ ബയോളജിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ശരിക്കും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളത് അനുകൂലിക്കണമെന്നല്ല, നമ്മുടെ സമൂഹം വേറെയാണ്. സമൂഹമാണ് എന്ത് ചെയ്യുന്നത് അതെച്ചാൽ പല ആൾക്കാർക്കുള്ള മറുപടിയും കൂടിയാണ്. അതായത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ നേച്ചറിൽ അതുണ്ടല്ലോ, അതുകൊണ്ട് അത് പ്രകൃതിപരമാണല്ലോ. പല വിഷയത്തിലും സ്വവർഗരതിയിലടക്കം പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് അത് നേച്ചറിലുണ്ടല്ലോ എന്നുള്ളത്. നേച്ചറിൽ സ്പീഷീസിൽ ഈ പറഞ്ഞ പോലെ ഹോമോഫീലിയ ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ എലി എന്ത് ചെയ്യുന്നുണ്ട്, റേപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും നേച്ചറിലുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ അവിടെ രവീന്ദ്രൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ മൊറാലിറ്റി അത് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അത് ശരിയാണെന്ന് പറയണമെന്നല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെയും നമ്മുടെ ചോദ്യം, ശരി സമൂഹത്തിൻ്റെ മൊറാലിറ്റി പലപ്പോഴും സൊസൈറ്റികൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് മതകീയമായ മൊറാലിറ്റിയുടെ ബേസിലാണ്. കാരണം എല്ലാ കാലത്തും മതകീയമാണ് സൊസൈറ്റി.
ചരിത്രപരമായി തന്നെ മതങ്ങളുടെ ധാർമ്മികതയാണ് സൊസൈറ്റിയുടെ ധാർമ്മികതയായിട്ട് വന്നിട്ടുള്ളത്. അത് ഓരോ സൊസൈറ്റിയിൽ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കേരള ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് സൊസൈറ്റീസ് എടുത്ത് നോക്കിയാലും അവിടുത്തെ പ്രബലമായ മതത്തിൻ്റെ ധാർമ്മികതയാണ് പൊതു ധാർമ്മികതയായിട്ട് പതിയെ വരിക. അത് പൊതുവേ എല്ലാത്തിലും പിന്നെ കോമൺ ആയിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ടാവും, ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എനിവേ സൊസൈറ്റിയുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ മതകീയമായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവർ ശരിക്കും പറഞ്ഞാൽ മതത്തിനൊക്കെ മതകീയ മൊറാലിറ്റിനൊക്കെ എതിർക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർ വിശദീകരിക്കേണ്ടത് ശരിയാണ്, സൊസൈറ്റി ബലാത്സംഗത്തെ തെറ്റാണെന്ന് പറയുന്നുണ്ട്, അവിഹിത ബന്ധങ്ങളെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഈ മതകീയ സൊസൈറ്റൽ മൊറാലിറ്റി മാറ്റിവെക്കുക, അത് മതങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മാനദണ്ഡം വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ ശരിയും തെറ്റും വേർതിരിക്കാനുള്ള മാനദണ്ഡം, അത് വെച്ചിട്ട് എങ്ങനെയാണ് തെറ്റാണ് എന്നത് നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അത് വിശദീകരിക്കാതെ എങ്ങനെ ഒഴിഞ്ഞു പോകാൻ. അതായത് ആ വിഷയം നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഈ യുക്തിപരമായി നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ ആ ബേസ് പ്രകാരമാണെങ്കിൽ ഈ റേപ്പ് ശരിയാണെന്ന് പറയേണ്ടി വരും. മുമ്പും വേറെ ചില ആൾക്കാരുമായിട്ട് സംസാരത്തിലൊക്കെ അങ്ങനെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഘട്ടങ്ങളിൽ അത് ചെയ്യാമെന്നൊക്കെ ആ സ്പെസിഫിക് സിറ്റുവേഷൻസിൽ. ഓക്കെ, അപ്പോൾ അവർ പറയേണ്ടത് നമ്മളിവിടെ ഒരു സദാചാര മൂല്യബോധം ഉണ്ട് എന്നുള്ള നിലക്കല്ല, അത് തുറന്ന് പറയട്ടെ, അല്ലെ, യുക്തി തുറന്ന് പറയട്ടെ എന്നുള്ളതാണ് എനിക്ക്. സൊസൈറ്റി അങ്ങനെയാണോ എന്നല്ല ചോദ്യം, നിങ്ങൾക്കത് തെറ്റാണോ അല്ലെന്നുള്ളതാണ്. അവിടെ സൊസൈറ്റിയെ പറഞ്ഞു തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളതാണ്. സൊസൈറ്റി അങ്ങനെയാണെന്ന് പറഞ്ഞ് വഴുതി പോരുത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയണം. അപ്പൊ എനിവേ നമ്മുടെ വിഷയത്തിലേക്ക്. അപ്പോൾ ഈ എലി ഈ പെണ്ണെലിയുടെ മേളിൽ കയറി ബന്ധപ്പെടുക, തുടർന്ന് ഇയാളങ്ങ് അവശനായി ഒരുമാതിരി പോയി മൂലയിൽ പോയി കിടന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു പുതിയ പെണ്ണെലിയെ ഈ കൂട്ടിലേക്ക് കയറ്റി വിട്ടപ്പോൾ ഇയാൾ വീണ്ടും ഈ പരിപാടി വീണ്ടും ആവർത്തിച്ചു. തളർന്നു കിടന്ന ആളാണ്, അതെല്ലാം ചെയ്തു. വീണ്ടും അയാൾ പോയി ഇരുന്നു, പെണ്ണെലി കണ്ടുപോയി. ഈ 2 എലിയെ അയാളെ തിരിഞ്ഞു നോക്കത്തില്ല. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വേറെ എലിയെ കയറ്റി വിട്ടു. ആദ്യത്തെ 2 എലിയോട് ചെയ്ത അതേ കാര്യം തന്നെ ഇയാൾ ഈ 3ാമത് എലിയോടും കാണിച്ചു. അങ്ങനെ അടുപ്പിച്ച് 6 തവണ എലികളെ കയറ്റി വിട്ടപ്പോഴും ഈ ആണലി അതേ ഊർജ നിലയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ വെറൈറ്റി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജീവികളും ജീവിക്കുന്ന അവയുടെ പതിപ്പെടുക്കാനാണ്. ഈ പതിപ്പെടുക്കാനായിട്ട് സ്വന്തം ജീനുകളെ അടുത്ത തലമുറയിലേക്ക് കൈമാറാനുമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ അയാൾ കൃത്യമായി അതിൻ്റെ യുക്തി പറഞ്ഞിട്ടുണ്ട്. പതിപ്പെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. അതാണ് പിന്നെ നമ്മുടെ യുക്തിയുഗം മാസികയിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. പരമാവധി നമ്മുടെ ബയോളജിക്കൽ ജീൻസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിണാമപരമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത്. അത് അതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കുള്ള ലക്ഷ്യം. മതവിശ്വാസികളെ സംബന്ധിച്ചാൽ അവർക്കൊരു ലോകവീക്ഷണമുണ്ട്, അവർക്കൊരു ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. അതൊക്കെ വേറെ മതവിശ്വാസികൾ നമ്മൾ ഓൾറെഡി ഒഴിവാക്കിയതാണല്ലോ. അപ്പോൾ യുക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് കാര്യം. അപ്പോൾ എലികൾ എന്ത് ചെയ്യുന്നു, വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ മാനദണ്ഡ പ്രകാരം മറ്റെല്ലാ ജീവികളെയും പോലെ അതിനൊക്കെ പരിണമിച്ച് വന്നിട്ടുള്ള മറ്റൊരു ജീവവർഗം മാത്രമാണ്. അപ്പൊ നമുക്ക് മാത്രമായിട്ട് ഇപ്പൊ എന്താ അതിന്റെ ആവശ്യമുണ്ടോ? വേറെ തന്നെ ഒരു മൊറാലിറ്റിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ്? അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ എലികളെ പോലെ ജീവിക്കണ്ട, മറ്റ് ജീവികളെ പോലെ ജീവിക്കണ്ട, പക്ഷെ എന്തിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണം, മറ്റ് ജീവികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിന് ചെയ്യാതിരിക്കണം എന്നുള്ള റീസൺ എന്ത് ചെയ്യണം, പറയണം. അല്ലെങ്കിൽ അതിന്റെ ബേസ് എന്താണെന്ന് പറയണം. മാക്സിമം നമ്മൾ 78, 80 ഒക്കെ ജീവിക്കുന്നു. നമ്മളൊക്കെ ശരിക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരാണ്, ഞാൻ ഉൾപ്പെടെ. എനിക്ക് 42 വയസ്സ് കഴിഞ്ഞ് 43 ആവാൻ പോകുന്നു. നമ്മളൊന്ന് ശരിക്കും നമ്മൾ ഹോമോസാപ്പിയൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൾക്കാരാണ് നമ്മൾ. അതിന് നമ്മളുടെ ഉദ്ദേശിച്ചുള്ള പതിപ്പെടുക്കുക പോവുക. പക്ഷെ നമുക്ക് സമൂഹമായി നാഗരികതയായി നമ്മൾ വേറെ മാനങ്ങളിലേക്ക് പോയി, അതൊക്കെ വേറെ കാര്യം, അതൊക്കെ വേറെ പഠിക്കേണ്ട വിഷയങ്ങൾ. പക്ഷേ ആസ്ട്രലോപിതെക്കസിനുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞു, പതിപ്പെടുക്കുക പോവുക. അപ്പോൾ പതുക്കെടുക്കുക പോകുക എന്ന് പറയുമ്പോൾ വെറൈറ്റി വളരെ ഈ ബയോളജിക്കലായി വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിലക്ക് പല കാര്യങ്ങളും ഉണ്ട്. അതായത് വളരെ പെട്ടെന്ന് തന്നെ എപ്പോഴാണോ പതിപ്പെടുക്കാൻ സാധ്യത ഉള്ളത് ആ സമയത്തേക്ക് കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആകുന്നതോടുകൂടി എന്ത് ചെയ്യണം, അതിന് പരമാവധി പതിപ്പെടുക്കാൻ നോക്കേണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഇവിടെയുള്ള പുരോഗമനവാദികൾ, ലിബറലുകൾ, നിരീശ്വരവാദികൾ എന്നുള്ളതൊക്കെ എത്രത്തോളം അവർ പറയുന്നതും അവർ പ്രാവർത്തികമാക്കുന്നതും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ആശയം ഇതാണ്, പരമാവധി പതിപ്പെടുക്കുക, അതിന് പരമാവധി സമയം പെട്ടെന്ന് തന്നെ അത് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവര് ഈ വിവാഹപ്രായം വൈകിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ. പറഞ്ഞിട്ടുള്ളത് 28 വയസ്സാണ് ആക്ച്വലി ഒരു അവസാനത്തെ ഒരു ആസ്ട്രോപിതെക്കസിന്റെ ഏജ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാനൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടക്കാണ് വേണ്ടത്. അതിനൊരു പക്ഷേ ഇവർക്ക് ന്യായം ഉണ്ടാവുമായിരിക്കും, വിവാഹം വേണ്ട, അതല്ലാത്ത ബന്ധങ്ങളാവാന്നൊക്കെ ന്യായം ഉണ്ടാവുമായിരിക്കാം. ഏതായാലും അതൊന്ന് പറയണം. പക്ഷേ പലപ്പോഴും റിയാലിറ്റിയും ഇവരുടെ ഈ വാദങ്ങളും തമ്മിൽ ആ ഒരു അന്തരം നമുക്ക് കാണാൻ പറ്റും. പല പല ആൾക്കാരിൽ നമ്മുടെ ജീനുകൾ കൈമാറുക.
അല്ല, നെവർ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. ഈ ഏകപത്നി വ്രതം എന്ന് പറയുന്ന സാധനം നേച്ചർ അംഗീകരിക്കില്ല. കാര്യം വിവിധ ആൾക്കാരിൽ നമ്മുടെ ജീനുകൾ കൈമാറുമ്പോഴാണ് അത് അതിജീവിക്കാൻ സാധ്യത കൂടുതൽ. ഇതൊക്കെ ശാസ്ത്രമാണ്. ഇത് ജബ്ബാറും ഇനി രവിയും ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഇപ്പോൾ ജബ്ബാറിൻ്റെ ഫാമിലി ഫോട്ടോ ഇടുമ്പം ആ ഫാമിലി ഫോട്ടോ ഒക്കെ കമൻറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ശരിക്കും നിങ്ങൾ നിങ്ങളൊരു ജീവിതം മുഴുവൻ ഇവിടെ ആളുകളോട് പറഞ്ഞതെന്താ? ശാസ്ത്രീയമായി ചിന്തിച്ച് അതിലൂടെ നിങ്ങൾ മൊറാലിറ്റിയൊക്കെ നിർദ്ധരിച്ചെടുക്കണം എന്നാണ്. അപ്പോൾ ആൾക്കാർ ചിന്തിച്ചു. അപ്പോൾ ഇതാ ഈ എല്ലാ നെവർ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പ്രസംഗിച്ച് നടന്ന ആൾക്കാരോട് അങ്ങനെ എല്ലാം ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇടുന്നത് കാണുമ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇടുന്നത്? നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നുള്ള ചോദ്യം വരെ സ്വാഭാവികമാണ്. അതിലിങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ് ഒരു ബാസ്ക്കറ്റിൽ തന്നെ ഇടുന്നത് എന്നുള്ളത് അത് എനിക്ക് യുക്തി ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ളതൊക്കെ വിശദീകരിക്കാൻ. നിങ്ങൾ പ്രീച്ച് ചെയ്ത യുക്തി, നിങ്ങളുടെ യുക്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യുക്തി എന്നുള്ളത് പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ ജീനെത്തിക്കുക എന്നുള്ളതാണ്. അതിനിവിടെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരൊറ്റ പാർട്ട്ണർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങളൊരു ഫാമിലി ഫോട്ടോ ഇടുന്നതിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾ പോർട്രേ ചെയ്യുന്ന ആ സംഗതി ഒരിക്കലും നിങ്ങൾ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഒരു യുക്തി പ്രകാരമാണ് എന്താ ചെയ്യേണ്ടത്? കൂടുതൽ ആളിലേക്ക് ബന്ധപ്പെടുക, കൂടുതൽ ജീൻസ് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു കുട്ടയിൽ കൊണ്ടുവന്ന് തന്നെ നമ്മൾ എല്ലാ മുട്ടയും ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട ചീഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാ മുട്ടയും ചീഞ്ഞു പോകും. അപ്പോൾ ഒരു സ്ത്രീയായിട്ടോ ഒരു പുരുഷനുമായിട്ടോ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ പുരുഷനോ ആ സ്ത്രീക്കോ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന ഒരു വലിയ, നമ്മുടെ നാഗരീതിയിൽ കൊടുക്കേണ്ടി വന്ന വലിയൊരു നഷ്ടമാണ്. ഒരു സ്ത്രീയുമായിട്ട് ഒരു പുരുഷനുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊരു നഷ്ടമാണ്. എന്തിനാണ് ഈ നഷ്ടം സഹിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് വേറെ ധാർമ്മികത ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ധാർമ്മികതയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ലല്ലോ. അടിസ്ഥാനം ഇല്ലാത്ത നിങ്ങൾ എന്തിനാ വെറുതെ ഈ നഷ്ടക്കച്ചവടത്തിൽ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം, യുക്തി മാത്രം അത് വെച്ചിട്ട് മാത്രമേ ഞാൻ ചിന്തിക്കൂ എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് വെച്ച് പറയുകയാണെങ്കിൽ കുടുംബം എന്ന് പറയുന്ന സംഗതി ഒരു നഷ്ടക്കച്ചവടമാണ് അല്ലേ. അതിനപ്പുറം പിന്നെ കൂടുതൽ ആളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ യുക്തിപരമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ആ സ്ത്രീക്കോ പുരുഷനോ ഉൽപാദനശേഷി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറ ഉണ്ടാകാതിരിക്കുക. ഇത് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് സമൂഹത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ ത്യാഗങ്ങളുടെയും നമ്മുടെ നേട്ടങ്ങളുടെയും ചരിത്രമാണ് നമ്മുടെ സംസ്കാരം. പക്ഷെ നമ്മൾ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ അത് തന്നെ ആ സ്ത്രീക്കോ പുരുഷനോ ഉൽപാദനശേഷി ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷേ അത് നമ്മുടെ ബയോളജിക്കൽ ഇമ്പൾസസിന് എതിരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇപ്പം ചെയ്യുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊരു കാര്യം തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ ഒരു മാനദണ്ഡമില്ലല്ലോ. പക്ഷേ നിങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായി നമ്മൾ ചിന്തിച്ച് ശാസ്ത്രീയമായ നമുക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസിനനുസരിച്ചാണ് നമ്മുടെ ധാർമ്മികത നിശ്ചയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ യുക്തി അനുസരിച്ച് ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻപുട്സിനനുസരിച്ചാണ് നമ്മൾ നിലപാടെടുക്കുന്നതെങ്കിൽ ഇത് നഷ്ടക്കച്ചവടമാണ്. ഇത് ബയോളജിക്ക് വിരുദ്ധമാണ്. നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള മസ്തിഷ്ക നിലപാടിന് എതിരാണ് ഏകപത്നി വ്രതം. അപ്പോൾ അടിസ്ഥാന മസ്തിഷ്ക നിലപാടിനെതിരായിട്ട് നിങ്ങളിങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ ആൾക്കാർ കമൻ്റ് ഇടും. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇത് ഏതെങ്കിലും ഒരാളുടെ വീക്ഷണമല്ല. മൈത്രേൻ്റെ ക്ലിപ്പ് നമ്മൾ ഇടാത്തതുകൊണ്ടാണ്. അത് പിന്നെ ഇട്ടാൽ പിന്നെ 2-3 മണിക്കൂർ ഈ വീഡിയോ തന്നെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മൈത്രേനൊക്കെ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണത്. അതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. കുടുംബത്തിലൊന്നും ഒരു അടിസ്ഥാനമില്ല. കുടുംബമൊക്കെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ കുടുംബത്തിന് യാതൊരു യുക്തിയില്ല എന്നുള്ളത് അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇത് ഇവരുടെ സ്വതന്ത്ര ലോകം, അതിനെക്കുറിച്ചൊക്കെ ജബ്ബാർ പറയുന്നുണ്ട്. അതൊക്കെ അതിലും പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ ഒരു അസൂയ എന്നുള്ള ഒരു മാനദണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു ഇതിലുള്ളത്. ആ അസൂയക്കപ്പുറത്തേക്കുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അസൂയരഹിതമായ സ്നേഹബന്ധങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? പുരോഗമിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവർ സ്വതന്ത്ര ലോകം എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇവർ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത്. ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ മൈത്രേനെ നമുക്കറിയാം, രവിയെ നമുക്കറിയാം. ഇങ്ങനെയുള്ള ഇവർ പൊതുവായി തന്നെ ഇവർ വിശദീകരിക്കുന്ന ശാസ്ത്രവും ഇവരുടെ യുക്തിയും ഇത് തന്നെയാണ്. അപ്പോൾ അടുത്ത കുടുംബം കലക്കൽ നമുക്ക് കാണാം. എന്നാൽ അസൂയരഹിതമായ ഒരു സ്നേഹബന്ധങ്ങൾ വികസിപ്പിക്കാൻ സാധ്യമാണോ? അങ്ങനെയുള്ള സാധ്യതകളെ പരീക്ഷിക്കുന്ന ഒരുപാട് ഓൾട്ടർനേറ്റീവ് സെക്ഷുവാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ലോകത്ത് ചില ഭാഗങ്ങളെങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അവരറിയപ്പെടുന്നത് പോളിയാമറി കമ്മ്യൂണിറ്റീസ് എന്നാണ്. പോളിയാമറി എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉള്ള നോൺ മോണോഗമി ആയിട്ടുള്ള ബന്ധങ്ങളുള്ള ഏകപതിത്വം എന്നത്. അപ്പം US മാത്രം 500,000 പോളിയാമറസ് ഫാമിലീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നിലേറെ പങ്കാളികൾ എല്ലാവർക്കും
ഒന്നിലേറെ പങ്കാളികൾ കൂടുന്ന ഒരു പോളിയാമറി കമ്മ്യൂണിറ്റി ഉണ്ട്. അതെന്താണ്? ഒരു അസൂയരഹിതമായ സ്നേഹബന്ധങ്ങളാണ്. അസൂയൊന്നും ഇല്ലാത്ത, പരസ്പരം എന്താണ് ആ നിലക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ജലസി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ഒരു അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ വിശദീകരിക്കാൻ റിജക്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ പുരുഷ ബന്ധം, അതാണ് പോളിയാമറി. ഇപ്പോൾ ഏകപതിത്വം എന്നത് ഒരു പ്രകൃതിയിലെ വളരെ വിരളമായ ഒരു ലൈംഗിക അഭിരുചിയാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ബന്ധങ്ങൾ എന്നത് ചതിക്കുക എന്ന, ചീറ്റ് ചെയ്യുക, ഇപ്പം സംഭവിക്കുന്ന മോണോഗമിയാണ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിലും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ചീറ്റ് ഓൺ ദെയർ പാർട്ട്നേഴ്സ്. അപ്പം ഇങ്ങനെ ചതിക്കുക എന്ന ഒരു നൈതികമായി തെറ്റായ പ്രവൃത്തിയിലൂടെ അല്ലാതെ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പിനൊക്കെ കുറെ കൂടി അർത്ഥപൂർണമായ, കുറെ കൂടി യുക്തിപരമായി അനുഭവിക്കാൻ അത് സഹായിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രയോക്താക്കൾ പറയുന്നത്, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. നമ്മളൊക്കെ സ്വയം അടയാളപ്പെടുത്തുന്നത് നമ്മൾ ഒരു എന്താ പറയുക കൾച്ചറൽ മോണോഗമിസ്റ്റുകളാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ അങ്ങനെയാണ് എന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഒരു കൾച്ചറൽ മോണോഗമിസ്റ്റ്. ഐ ഡോണ്ട് നോ വെദർ ഐ ആം എ നാച്ചുറൽ മോണോഗമിസ്റ്റ്. മോണോഗമി പ്രാക്ടീസ് ചെയ്യുന്ന എന്ന് വെച്ചാൽ കൾച്ചറലി പ്രാക്ടീസ് ചെയ്യുന്ന, കൾച്ചറലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൾച്ചറലി കമ്മിറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് മോണോഗമി പ്രാക്ടീസ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ വേണമെന്നുള്ള അഭിപ്രായത്തിലല്ല, മറിച്ച് പിന്നെ നമ്മൾ ഇതാരാ പറയുന്ന ആലോചിക്കണം. എല്ലാ തരത്തിലുള്ള കൾച്ചറിൻ്റെ ബാഗേജസും തകർക്കണം, ആ രൂപത്തിലുള്ള പിന്നെ പാരമ്പര്യം തകർക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയാൻ ഇവിടെ യുക്തി വേണ്ടെന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൾച്ചർ നിങ്ങൾക്ക് അതാണോ നിങ്ങളെ നയിക്കേണ്ടത്? അവിടെ യുക്തിയല്ലേ നയിക്കേണ്ടത്. യുക്തിപരമായി ചിന്തിച്ച് കൾച്ചറിലുള്ള യുക്തിരഹിതമായ കാര്യങ്ങൾ ഇല്ലാതാക്കല്ലേ വേണ്ടത്. ഇദ്ദേഹം പറയുന്ന ഭാഗത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ചീറ്റിങ്, ഹസ്ബൻഡിനെ വൈഫിനെ ചീറ്റ് ചെയ്യുക എന്നുള്ള വിഷയങ്ങളൊക്കെ വരുന്നിടത്ത് അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അത് ചീറ്റിംഗ് ഒന്നും അല്ല, അതിന് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ബാക്കിംഗ് കൊടുക്കുക എന്നുള്ള കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. യുക്തിപരമായി അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള നിലക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് മോണോഗമി എന്നത് നാച്ചുറൽ ആവുകയും നോൺ മോണോഗമി എന്നത് നാച്ചുറൽ അല്ല, നോർമൽ അല്ലാതാവുകയും അധാർമികമാവുകയും ചെയ്യുന്നത് എന്നതിന് എന്താണ് അതിൻ്റെ ഒരു യുക്തിപരമായ ഉത്തരം? അങ്ങനെ ഒരു യുക്തിപരമായൊരു ഉത്തരം സാധ്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മൂപ്പർക്ക് തോന്നുന്നില്ല. അത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യുക്തിപരമായി മോണോഗമി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബ സംവിധാനത്തിൽ ജീവിക്കുക എന്നുള്ളത് യുക്തിപരമായി അത് നോർമൽ ആകുന്നത് എങ്ങനെയെന്ന് മൂപ്പർക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. യുക്തിപരമായി ആലോചിച്ചാൽ പിന്നെ എങ്ങനെയാ മനസ്സിലാവുക എന്നുള്ളത്. അതേസമയം അദ്ദേഹം മോണോഗമസ് ആണ് താനും. അതിന്റെ കാരണം എന്താ? കൾച്ചറാണ്. കൾച്ചർ എന്താണ്? കൾച്ചർ ഈ പറഞ്ഞതുപോലെ മതകീയമായ സൊസൈറ്റിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള മൊറാലിറ്റി, മതങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള മൊറാലിറ്റിയൊക്കെ കൂടി വന്നിട്ടുള്ളതാണ് ഈ കൾച്ചർ, സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പലപ്പോഴും ഇവർ പറയാം കൾച്ചറിനൊക്കെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സാധനത്തിനൊക്കെ അതൊക്കെ നമ്മുടെ മേലുള്ള ബാഗേജസ് ആണ്, അതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് യുക്തിപരമായി ചിന്തിച്ച് സ്വതന്ത്രമായ ലോകത്തേക്ക് പാറിപ്പറക്കണം എന്നൊക്കെയാണ് പറയാം. നിങ്ങളോ ചോദിച്ചാൽ അതിപ്പോൾ ഇപ്പം ആയിട്ടില്ല, സൊസൈറ്റി അതിന് റെഡി ആയിട്ടില്ല, ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പുരോഗമിച്ചതിന് ശേഷം ആവാം എന്നായിരിക്കാം ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഏതായാലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യത്തിന് അതൊരു യുക്തിപരമായി അദ്ദേഹത്തിന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനപ്പുറത്ത് ഇങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ അത് തെറ്റാണ്. അതായത് അയാൾ കുടുംബം കലക്കാൻ തീരുമാനിച്ചാൽ, അതിനപ്പുറത്തേക്കുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ, കുടുംബം ഛിദ്രമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ അത് തെറ്റാണ് എന്ന് ഇപ്പം മതവിശ്വാസത്തിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കുടുംബത്തിനപ്പുറത്തുള്ള ബന്ധങ്ങൾ തെറ്റാണ് എന്ന്. പക്ഷേ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾ ഈ പറയുന്ന സ്വതന്ത്ര ചിന്ത, ലിബറലിസം, നിരീശ്വരവാദം എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ മൊറാലിറ്റി, നിങ്ങൾ പലതും പറയും ഇങ്ങനെ എന്താ പിന്നെ ആന്ത്രപ്പോളജിക്കലായി പിന്നെ എന്താ പറയുക പരിണമിച്ച് സാമൂഹികമായിട്ടുള്ള അന്തരാളങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങിയതിന് ശേഷം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലതും പറയും. മറ്റേ ജാർഗൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് പച്ചക്ക് പറയാം എന്താണ് നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം, എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ യുക്തിയിൽ ഇത് തെറ്റായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അത് നോർമലായത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. എന്തടിസ്ഥാനത്തിൽ, ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് തെറ്റാണെന്ന് പറയും? തെറ്റാണോ ശരിക്കും നിങ്ങൾക്ക്? അതാദ്യം പറയാം. ജബ്ബാർ പറയേണ്ടത് ഇത് ശരിക്കും നിങ്ങൾക്ക് തെറ്റാണോ? തെറ്റാണെങ്കിൽ അത് പറയാം. തെറ്റാണെങ്കിൽ എന്തുകൊണ്ടത് തെറ്റല്ല? ശരിയാണോ? ശരിയാണെങ്കിൽ അത് പറയാം. പിന്നെ വലിയ കുടുംബത്തിൻ്റെ പിന്നെ മഹാത്മ്യം പറഞ്ഞു കണ്ട് എന്ത് ചെയ്യരുത്, വീഡിയോസ് ചെയ്യാനല്ല നിൽക്കേണ്ടത്. തെറ്റാണെങ്കിൽ അത് ശരിക്കും പറയാം.
പിന്നെ ചോദ്യം വളരെ ക്ലിയർ ആണ് കേട്ടോ. അതായത് ഒരു കുടുംബത്തിനപ്പുറത്ത് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള ഒരു അഫയർ എന്ന് പറയുമ്പോൾ അതിലെന്താണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരുപക്ഷെ തിരിച്ചു മറുപടി പറയാൻ വെച്ചാൽ അതൊരു ചീറ്റിംഗ് അല്ലേ എന്നുള്ളതാണ്. അവിടെ നമ്മൾ പറയുന്നത് ആ ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കിയെടുത്തത് ഇവിടെയുള്ള കൾച്ചറാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ട്രഡീഷൻ, കൾച്ചർ, ഈ സംസ്കാരമൊക്കെ ആണ് ഇത് ചീറ്റിംഗ് ആണ്, ഒരു കുടുംബത്തിനപ്പുറത്തേക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ആണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച ആ കൾച്ചർ, അതിനെതിരെ നിങ്ങൾ പോരാടുന്നത്. അപ്പോൾ അത് ഉത്തരവാദിത്തമായ മൊറാലിറ്റിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള വെറും ചിന്തകൾ മാത്രമാണ്. അതിനൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രമായി ചിന്തിക്കണ്ടേ? സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതാണ് യുക്തി. അതായത് ഈ പറഞ്ഞ ഒരാളിൽ ഒതുങ്ങുക അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒതുങ്ങുക എന്നുള്ളതിനപ്പുറത്ത് പാറിപ്പറക്കുക എന്നുള്ളത്, നേരത്തെ രവീന്ദ്രൻ പറഞ്ഞ മാതിരി ഒരുപാട് ബാസ്ക്കറ്റുകളിൽ പിന്നെ മുട്ടയിടുക എന്നുള്ളതുമാണ് യുക്തി. അപ്പോൾ അത് യുക്തിയായിരിക്കെ നിങ്ങൾ എന്തിന് യുക്തിരഹിതമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രയും സിമ്പിളാണ് ചോദ്യം. എന്തിന് നിങ്ങൾ യുക്തിരഹിതമായ രൂപത്തിൽ ജീവിക്കുന്നു? അത് നിങ്ങൾ ജീവിക്കുന്നതിൻ്റെ പ്രശ്നമല്ല. അത് വിശദീകരിച്ച് ഇടങ്ങേറാകേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ഐഡിയോളജി പ്രകാരം വിശദീകരിക്കണം. അതെ, ഇനിയിപ്പോൾ ഞാൻ നല്ല രീതിയിലാണ് കുടുംബം നയിക്കുന്നത്, ഞങ്ങളുടെ മക്കളൊക്കെ അങ്ങനെയാണ്, ഞങ്ങൾക്ക് നല്ല സ്നേഹത്തിന്, ഇതൊന്നും അല്ല മറുപടി. നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. യുക്തിപരമായി ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ശരിയാണെന്ന് പറയാൻ പറ്റുക? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുടുംബത്തിനപ്പുറത്തേക്കുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ യുക്തിപരമായി തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാവുക. കാരണം യുക്തിയാണല്ലോ നിങ്ങളുടെ മാനദണ്ഡം. അങ്ങനെ സാധ്യമല്ല എന്നാണ് എൻ്റെ ബോധ്യം. പരമ്പരാഗതമായ കുടുംബ മൂല്യങ്ങൾ ഒരിക്കലും മാറാതെ നിൽക്കണം എന്ന് കരുതുന്നതിലും പ്രത്യേക യുക്തിയൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരു ഇണയോടുണ്ടാവുന്ന സ്നേഹം അത് ആ ഇഷ്ടത്തോടൊപ്പം മറ്റൊരു ഇണയോടും മറ്റൊരു വ്യക്തിയോടും അത് തോന്നില്ല എന്ന് കരുതുന്നത്, ചിലർക്ക് അങ്ങനെ ആയിരിക്കാം, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നത് ഒരു വസ്തുതാപരമാണ് എന്നും തോന്നുന്നില്ല. അപ്പം ചിലർക്ക് അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ജബ്ബാറിന് സ്വന്തം കുടുംബത്തോട് മാത്രമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജബ്ബാറെ ഈ നിലക്ക് ഒരാളിൽ മാത്രമല്ല ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങണം എന്നുള്ളതിന് യുക്തിയില്ല എന്നാണ് പറയുന്നത്. കുറേ ആളുകൾ അങ്ങനെ ഉണ്ട് പോലെ. അപ്പോൾ കുറേ ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തി പ്രകാരം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ തരണം. എനിക്കങ്ങനെയാണ് ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് കേൾക്കുക വേണ്ട. ഞാൻ അങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ ഞാൻ 1990-കളിൽ ഇങ്ങനെ ജീവിച്ചിരുന്നു, മറ്റൊരു സ്ഥലത്ത് ചുംബന സമരത്തിന് പോയിരുന്നു, അതൊന്നും പറയണ്ട. അതൊക്കെ നിങ്ങൾ ചുംബന സമരമൊക്കെ നടത്തിയിട്ടുണ്ട്, കുടുംബം തകർക്കാനുള്ള, കുടുംബം കലക്കാനുള്ള എല്ലാ പണിയും നിങ്ങൾ എടുത്തിട്ടുണ്ട്. ചുംബന സമരത്തിലേക്ക് സ്വന്തം പാർട്ട്ണറെ അയച്ചിട്ടുണ്ട്, ഒക്കെ വേറെ കാര്യം. ചുംബനം ഇന്നവിടെ നടന്നാലും നടന്നില്ലെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച സമരമായി അത് നടക്കുന്നതിന് മുമ്പേ മാറിക്കഴിഞ്ഞു. ആ ആശയം രൂപപ്പെടുത്തിയത് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. അഭിമാനത്തോടു കൂടി ഞാനത് പറയുന്നത്. അത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ കുടുംബത്തോട് ഞാൻ പറഞ്ഞു, ഇതിനോട് പ്രതിഷേധിക്കേണ്ടത് ചുംബിച്ചുകൊണ്ടാണ്. ഞാനത് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു. പിന്നെ എനിക്കത് പറയേണ്ടി വന്നില്ല. ചെറുപ്പക്കാരായ ആളുകൾ അതേ ആശയം ഉടനെ തന്നെ അവർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെതിരായി നമുക്ക് പ്രതിഷേധിക്കണം, ചുംബിച്ചുകൊണ്ട് പ്രതിഷേധിക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിലെ സ്ത്രീകളായിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ രണ്ട് എൻ്റെ മകളും എൻ്റെ ഭാര്യയും ഉണ്ടെങ്കിലും അവരവിടെ എറണാകുളത്തുണ്ട്. കാരണം അവർക്ക് ഇവിടെ വരുന്നതിനേക്കാൾ താല്പര്യമുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടാണ് വൈഫ് അടക്കം അങ്ങോട്ട് പോയിരിക്കുക. സമരത്തിലേക്ക് സ്വന്തം പാർട്ട്ണറെ അയച്ചിട്ടുണ്ട്, ഒക്കെ വേറെ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഉത്തരമാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും നിങ്ങൾ പറയേണ്ടത് ഇതാണ്, ഒബ്ജക്റ്റീവ്ലി നിങ്ങളുടെ ആശയപ്രകാരം എങ്ങനെയാണ് ഈ കാര്യം യുക്തിപരമാകുന്നത്, അത് വിശദീകരിക്കുകയാണ് വേണ്ടത്. അത്തരം ഒരു അസത്യത്തെ വളരെ നൈതികമായി ചോദ്യം ചെയ്യുകയാണ് ഈ പോളി ആമറി സമൂഹങ്ങൾ. അത് അമേരിക്കയിലൊക്കെ 5 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇങ്ങനെ പോളി ആമറി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് എന്നാണ് ഒരു കണക്ക് പറയുന്നത്. റെസ്പോൺസിബിൾ നോൺ മോണോഗമി എന്നാണ് പോളി ആമറിയെക്കുറിച്ച് അതിൻ്റെ വക്താക്കൾ പറയുക. പോളി ആമറിയുടെ മീനിങ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഡിക്ഷണറി എടുത്ത മീനിങ് ആണ്. ഒരു പുതിയ വാക്കാണത്. ദ പ്രാക്ടീസ് ഓഫ് എൻഗേജിങ് ഇൻ മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്സ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഇൻവോൾവ്ഡ്. അപ്പം പോളിഗമിയെ പോലെ അല്ലെങ്കിൽ പോളിയാൻഡ്രി പോലെ ഒരു കുറേ സ്പൗസസിനെ ഉണ്ടാക്കുക എന്നതല്ല പോളിയാമറി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അവർ പറയുന്നത്. പോളിയാമറിയെക്കുറിച്ചുള്ളൊരു വളരെ ഒരു ബൈബിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ദി എത്തിക്കൽ സ്ലട്ട് എന്നത്. അത് അപ്പം ആ എത്തിക്കൽ സ്ലട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായി അതിൻ്റെ റെഫറൻസുകൾ അടക്കം കൊടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. റെസ്പോൺസിബിൾ പോളിഗമി, ആ നിലക്ക് റെസ്പോൺസിബിളായിട്ട് ഈ കുടുംബത്തിന് വിവാഹേതരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ അതിനെ വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത്.
ഏതെങ്കിലും ഒരു യുക്തിവാദി പറഞ്ഞു അതുകൊണ്ട് നിങ്ങളത് അംഗീകരിക്കണം എന്നുള്ള നിലക്കല്ല. ഇദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ യുക്തിയാണ്, ഇതിൻ്റെ ശാസ്ത്രീയ വശമാണ്. നേരത്തെ രവി പറഞ്ഞത് ശാസ്ത്രീയ വശമാണ്. അതാണ് ശാസ്ത്രം എന്നിരിക്കെ, അതാണ് യുക്തി എന്നിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് യുക്തിരഹിതമായ രൂപത്തിൽ ജീവിക്കുന്നു? ഞാനിങ്ങനെ ആലോചിച്ചു, അതായത് ഇപ്പോൾ യുക്തിവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറേ ആൾക്കാരുടെ സദസ്സിൽ അവരോട് പറയാണ് നിങ്ങൾ യുക്തിയോടെ ചിന്തിക്കൂ അല്ലേ. അവരോട് പറയാണ് നിങ്ങൾ ഈ പറഞ്ഞ പോളിയാമർസ് അതിൻ്റെ റെഫറൻസ് അടക്കം കൊടുക്കുകയാണ്. പോളിയമോറി എങ്ങനെയാണ് അവിടെ പിന്നെ നടക്കുന്നത് എന്നുള്ള അടക്കം റെഫറൻസ് ഒക്കെ കൊടുത്തിട്ട് പറയാണ് നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആരോട്? യുക്തിപരമായി ചിന്തിക്കുന്നു എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആൾക്കാരോട്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ പിന്നെ നിലനിൽക്കുന്ന ഒരു ആശയ സംഹിത, അത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ യുക്തിയെയാണ് മാനദണ്ഡമായിട്ട് എടുക്കുന്നതെങ്കിൽ, ധാർമ്മികതയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിയുടെയും തെറ്റിൻ്റെയും മാനദണ്ഡമായിട്ട് എടുക്കുന്നതെങ്കിൽ, എൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം, എൻ്റെ മാനദണ്ഡം എന്ന് പറയുന്ന സംഗതി അതെന്നോട് ചെയ്യാൻ അത് യുക്തിപരമല്ല, അത് ശരിയല്ല എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അത് വിളിച്ച് പറയുകയും ചെയ്യുകയാണ്. ഇതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. അപ്പം അതാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആശയം വെച്ചിട്ടാണ് ചോദ്യം, വേറെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ല ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ ആശയം വെച്ച് ഇത് യുക്തിരഹിതമായൊരു കാര്യമാണ്, ആ യുക്തിരഹിതമായ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു എന്നുള്ളതൊരു ചോദ്യം. രണ്ടാമത്തത് അത് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ കുടുംബത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ, അത് പോളിയമറി മാത്രമല്ല, ഇദ്ദേഹം കുറച്ചും കൂടി പോളിഗമി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ പിന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനപ്പുറത്ത് അങ്ങനെ ചെയ്താൽ തന്നെ എന്താ പ്രശ്നം? അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അല്ലേ, ഓരോരുത്തർ അവരവരുടെ സ്വകാര്യതയിൽ മറ്റാർക്കും ഉപദ്രവം ഇല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്താലും എന്താണ് പ്രശ്നം? അപ്പോൾ ഉപദ്രവം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് പ്രയാസമാവില്ല എന്നൊന്നും പറയണ്ട. അതൊക്കെ കൾച്ചറൽ ബാഗേജസ് ആണ്, സാമൂഹികമായിട്ടുണ്ടാക്കിയ മതകീയ സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ള അനാവശ്യമായ കുറേ ചിന്തകളാണ്. അതൊക്കെ നമ്മൾ പൊളിച്ചെറിയുക, പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ആസ്വദിക്കുക. പിന്നെ സെറ്റ് ഫ്രീ എന്നൊക്കെയാണല്ലോ പറയാം. അപ്പോൾ പരമാവധി സെറ്റ് ഫ്രീ, പരമാവധി സ്വതന്ത്രമായി ചിന്തിക്കുക എന്ന് വരുമ്പോൾ എവിടെയാണ് കുടുംബത്തിന് പ്രസക്തി? അപ്പം നിങ്ങളുടെ ആശയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കുടുംബം കലക്കിയ ആശയമാണ്. അത് പറയാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല. ആ പ്രയാസത്തിൻ്റെ പേരിൽ 3-4 വീഡിയോസ് 5-6 ഇറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ആശയം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി കുടുംബം കലക്കിയ ആശയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഇത്തരത്തിലുള്ള പ്രകൃതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീവികൾ അങ്ങനെ ചെയ്താലും മനുഷ്യന് തന്നെ അത്തരത്തിലുള്ള പ്രകൃതമുണ്ടെങ്കിലും മനുഷ്യനെ റെഗുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പല പ്രകൃതം ഉണ്ടാവും, നിങ്ങൾക്ക് പല ചിന്തകളുണ്ടാവും, ജീവലോകത്ത് പലതും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായ മാനദണ്ഡമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ആ കുടുംബം കലക്കി ആശയം എന്നൊക്കെ പറയുമ്പം അങ്ങനെ പറയുന്നത് പോലും ശരിയല്ല. കാരണം അതൊക്കെ ഒരു കൾച്ചറൽ ബാഗേജ് ഉള്ള നമ്മളെ പോലുള്ള ആൾക്കാർ പറയുന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ബാഗേജ് ഒന്നും ഇല്ലാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ കുടുംബത്തിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് യുക്തിപരമായി നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇതാണ് ബേസിക്കായിട്ട് ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ യുക്തിപരമായി ഈ വിഷയത്തിൽ ചിന്തിക്കുന്നില്ല? അതിൻ്റെ ഉത്തരമാണ് നമുക്ക് ഒബ്ജക്റ്റീവ്ലി നൽകേണ്ടത് എന്നുള്ളതാണ് ജബ്ബാറിനോടൊക്കെ ചോദിക്കാനുള്ളത്. യെസ്. അപ്പം ഇതിൽ അവസാനം ഈ ജബ്ബാർ ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇവർ പലപ്പോഴും സ്വതന്ത്ര ചിന്തയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം മറ്റേ സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കങ്ങനെ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ഒരു മാനദണ്ഡമൊന്നും ഇല്ലാത്തതാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മുമ്പും ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അതേ കാര്യം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം. അങ്ങനെയുള്ള ഒരു രീതിശാസ്ത്രത്തിൻ്റെ പേര് മാത്രമാണ് യുക്തിവാദം എന്ന് മനസ്സിലാക്കുക. സ്വതന്ത്ര ചിന്തയാണ് യുക്തിവാദം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വതന്ത്ര എന്ന വാക്കിന് നിങ്ങൾ കൊടുക്കുന്ന അർത്ഥം പോലും അങ്ങേയറ്റം വികലമാണ്. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാ നൂലും പൊട്ടിയ ഒരു പട്ടം എന്നാണ് നിങ്ങൾ അർത്ഥം കൊടുക്കുന്നത്. അങ്ങനെയല്ല സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. സ്വതന്ത്ര ചിന്ത എന്ന വാക്ക് പോലും രൂപപ്പെടുന്നത് ചരിത്രത്തിൻ്റെ ഒരു നിർണായക കാലഘട്ടത്തിലാണ്. ആ ചരിത്ര കാലഘട്ടത്തിലെ ചരിത്രത്തിൻ്റെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്വതന്ത്ര ചിന്ത എന്ന വാക്ക് പോലും വന്നിട്ടുള്ളത്. അപ്പം സ്വതന്ത്രം എന്നുള്ള വാക്കൊക്കെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ആണ് ആയിക്കോട്ടെ, ആ ഘട്ടത്തിൽ നിങ്ങൾ കുരുങ്ങി കിടക്കണോ? അതാണ് ചോദ്യം. ഇവിടെ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നൂല് പൊട്ടിയ പട്ടമല്ല. ആയിക്കോട്ടെ, ഞങ്ങൾ വാദത്തിന് വേണ്ടി അത് സമ്മതിച്ചു തരാം. നിങ്ങൾക്ക് നൂല് പൊട്ടിയ പട്ടമല്ല, നിങ്ങൾക്കൊരു നൂലുണ്ട് എന്ന് വെക്കുക. ഞങ്ങൾ ചോദിക്കുന്ന ഏതാണ് ആ നൂല്? ഞങ്ങൾ ഇത് ഇപ്പം ചോദിക്കുന്നതല്ല. ക്ലബ് ഹൗസ് കാലത്തെ ഇയാൾ ഇങ്ങനെ ഒരു വർഷങ്ങൾക്ക് അതായത് 3-4 വർഷം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 4-5 വർഷം മുമ്പ് തന്നെ ഇയാൾ ഇതേ വർത്തമാനം പറഞ്ഞിരുന്നു. ഞങ്ങൾ അന്ന് ഇയാളെ പിടിച്ച് നന്നായി ഒന്ന് കുടഞ്ഞു വിട്ടതിന് ശേഷം ഇയാൾ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കി. ഞങ്ങളുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ധാർമ്മികത പറഞ്ഞാൽ നൂല് പൊട്ടിയ പട്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നെ പരിണാമപരമായി ഉരുത്തിരിഞ്ഞു വന്ന ആന്തരികമായ അർത്ഥകൽപ്പനകളിലൂടെ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ധാർമ്മികത വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ധാർമ്മികത നൂല് പൊട്ടിയ പട്ടല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് വെല്ലുവിളിച്ചു. ശരി, നിങ്ങളുടേത് നൂല് പൊട്ടിയ പട്ടല്ലെങ്കിൽ ഏതാണ് ആ നൂല്? നൂല് എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ, ഒരു അടിസ്ഥാനം വേണം. അതായത് നൂല് പൊട്ടിയ പട്ടല്ല എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആ പട്ടം
ഒരു അടിസ്ഥാനങ്ങളും ഇല്ലാതെ ഇങ്ങനെ പോകുന്നതല്ല. അതിന് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. ഒരു നൂലുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അത് പറയാൻ പറ്റാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ആ നൂല് ഏത് എന്നുള്ളതാണ് മാത്രമാണ് നമ്മുടെ ചോദ്യം. എന്താണ് നിങ്ങളുടെ ശരി തെറ്റുകൾ വേർതിരിക്കാനുള്ള ആ നൂല്, ആ മാനദണ്ഡം എന്ത്? അത് വിശദീകരിക്കാൻ നിങ്ങളോട് വർഷങ്ങൾക്ക് മുമ്പേ വെല്ലുവിളിച്ചിരുന്നു. നേരിട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചു, നേരിട്ട് സംവാദത്തിന് ക്ഷണിച്ചു. അതിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സംവാദത്തിന് പിന്നാലെ വരേണ്ട കാര്യമൊന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ് പിന്നെയും പറയാത്തത്. അപ്പം നമ്മൾ അന്ന് മുതലേ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ ആയിട്ട് വിശദീകരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. സംവാദം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. പക്ഷേ നിങ്ങൾ വീഡിയോ ആയിട്ടെങ്കിലും വിശദീകരിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. ഇപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ആ നൂലുമായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ ജബ്ബാറിനോട് ആവശ്യപ്പെടുന്നു, ഏതാണ് ആ നൂല് എന്നുള്ളത് വിശദീകരിക്കുക. അപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായിക്കൊണ്ട് ഈ പറയുന്ന ഒരു മാരേജിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കുടുംബം കലക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനപ്പുറത്തേക്കുള്ള മാരേജിന് അപ്പുറത്തേക്കുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകൾ യുക്തിപരമായി എങ്ങനെയാണ് തെറ്റാവുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, നിങ്ങളാ പറഞ്ഞ നൂല് ഏതാണ്? ഈ 2 ചോദ്യങ്ങൾ നമ്മളിവിടെ വെക്കുകയാണ്. ഒരു മറുപടി പറയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ സ്വന്തം ആശയത്തെ ഏതെങ്കിലും തരത്തിൽ അതിനെ വിശദീകരിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുക. ഇല്ലെങ്കിൽ വീണ്ടും ഇപ്പം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിയതുപോലെ അന്ന് നിർത്തുക. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും കുടുംബത്തിൻ്റെ പിന്നെ എന്താ പറയുക ഫളായിൽ പറഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇറക്കുക എന്നുള്ളതൊക്കെയാണ് അതിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഈ 2 ചോദ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും അതുപോലെ തന്നെ പിന്നെ എൻഗേജ്മെൻറ്റുകളൊക്കെ നമുക്ക് ഈ ചാനൽ വളരെ സജീവമായി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.